Good morning, ma'am. Morning. Morning. Good morning to all. നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എയിംസ് വരെ പറഞ്ഞില്ലേ? എയിംസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് വരെ പറഞ്ഞില്ലേ? നെക്സ്റ്റ് നോക്കുന്നത് മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. അതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഓരോ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മള് പ്രോഫിറ്റ് പരമാവധിയാക്കുക എന്നാണ്. എന്ത് അല്ലെ? ലാഭം ഉണ്ടാവും അല്ലെ? പ്രോഫിറ്റ് പരമാവധിയാക്കി തീർക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ അതേപോലെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. എന്താണ്? കോസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? കോസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ മിനിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ചെലവ് കുറയ്ക്കുന്ന രീതിയിൽ അല്ലെ? ചെലവുകൾ കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്താണ്? അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. എന്ത് അറ്റൈൻ ചെയ്യാനാണ് പറയുന്നത്? ഹോസ്പിറ്റൽ ലക്ഷ്യങ്ങൾ അല്ല, ഹോസ്പിറ്റൽ എന്താണോ മെറ്റീരിയൽസ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽസ് മാനേജ് ചെയ്യുന്നതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അതായത് ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നു അല്ലെ? അതുകൂടി അതിന്റെ കൂടെ എന്താണ്? നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്ത്? അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മേജർ ഒബ്ജക്റ്റീവ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ആ മൂന്ന് പേരുകളും പഠിക്കണം കേട്ടോ. മൂന്ന് ഒബ്ജക്റ്റീവ്സും പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ?
നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അതിൽ വരുന്നത്? മെറ്റീരിയൽസ് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, receiving and inspection, stocking and distribution, inventory control, cost reduction, value analysis, disposal. ആദ്യത്തെ ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. മെറ്റീരിയൽസ് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ആദ്യ ഫംഗ്ഷൻ, ആദ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അല്ലെ, പല പല ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പല പല സാധനങ്ങൾ ആവശ്യമാണ് അല്ലെ, അത് വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്യുക, അതിനുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുക അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെ. ദെൻ പ്ലാൻ ചെയ്തതിനു ശേഷം എന്താണ്, അതുമായി ബന്ധപ്പെട്ട അത്തരം മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെറ്റീരിയൽസ് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ മെറ്റീരിയൽസ് വേണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ബഡ്ജറ്റുകൾ നീക്കി വെക്കും. ഓക്കെ, ദെൻ ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തു, ബഡ്ജറ്റ് റെഡിയാക്കി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? നമ്മള് നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ്? പ്ലാൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ഓപ്ഷൻ എന്താണ് വരുന്നത്? സെക്കൻഡ് ഫംഗ്ഷൻ അത് പർച്ചേസ് ചെയ്യണം അല്ലെ, അത് നമ്മളത് വാങ്ങണം അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു, അതിനുശേഷം അത് വാങ്ങിച്ചു, പർച്ചേസിങ്. ഇനി പർച്ചേസ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? പേജ് നമ്പർ 100, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചാപ്റ്റർ 10. എന്തൊരു വ്യത്യാസം ഉണ്ടോ? നമ്മള് 85 ആണ് കേട്ടോ, 85. ഓക്കെ, വേറൊരു കാര്യം പറയട്ടെ. നിങ്ങള് ഗൈഡ് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ടെക്സ്റ്റും ഗൈഡും കൂടി ഒരുമിച്ച് നോക്കണം കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററും നിങ്ങൾ ടെക്സ്റ്റും ഗൈഡും വെച്ചിട്ട് നോക്കണം. അപ്പൊ എന്തെങ്കിലും ചിലപ്പോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ചിലപ്പോ ആൻസറിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അത് പറഞ്ഞതിന്റെ കാര്യം ഡിസാസ്റ്റർ എന്ന ചാപ്റ്ററിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡിസാസ്റ്റർ എന്ന ചാപ്റ്ററിൽ നമ്മള് മാൻ പവർ പ്ലാനിങ്ങിന്റെ അതായത് ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഭാഗമില്ലേ, ഇൻസിഡന്റ് സ്റ്റാഫുകളില്ലേ, 14 ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഓരോ ഡ്യൂട്ടീസ് നമ്മൾ അതിൽ പഠിക്കുന്നില്ലേ. ഇപ്പൊ ഫിനാൻസ് ഓഫീസർ ആണ് എമർജൻസി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ അതിലെ ഒരു ചോദ്യം, മാൻ പവർ പ്ലാനിങ് ചെയ്യുന്നത് ആരാണ്? പ്ലാനിങ് ചീഫാണ് അതിന്റെ ആൻസർ. മറ്റ് സപ്പോർട്ടിംഗ് സർവീസസിന്റെ ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? ലോജിസ്റ്റിക് ചീഫാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ആൻസർ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ടെക്സ്റ്റിൽ എന്താണോ കറക്റ്റ് ആയിട്ട് കിടക്കുന്നത് അത് കറക്റ്റ് ചെയ്യുക അതിലേക്ക് കേട്ടോ. ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. ടെക്സ്റ്റ് എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും രണ്ടിലും മിസ്റ്റേക്ക് ആണ് കാണുമെങ്കിൽ ഇത് കോൺടാക്ട് ചെയ്ത് വിവരം അറിയിക്കാം. ടെക്സ്റ്റിൽ ഇന്ന മിസ്റ്റേക്ക് കണ്ടോ എന്നുള്ളത് പറയാം. കാരണം ഇന്നലെ വേറെ ഏതോ ബാച്ചിലൊരു കുട്ടി ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ കേട്ടോ, അത് എല്ലാ ഓഫീസിലേക്കും വിളിച്ചു പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു. ആൾക്കാർ ടെക്സ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? ഓഫീസിൽ കംപ്ലീറ്റ് ചെയ്ത് വിളിച്ച് പറഞ്ഞ് അത് വലിയൊരു ഇഷ്യൂ ആക്കി തീർത്തു. അതിന്റെ ആവശ്യം ഉണ്ടായില്ല. ആൾക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചു പോയതാണ് ആരാണ് അതിന്റെ സ്റ്റാഫ്, ആരാണ് അതിന്റെ ഓഫീസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചത് നിങ്ങളല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ആ കുട്ടി ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവില്ല, എന്താണെന്നുള്ളത് അറിയില്ല, വലിയ റെക്കോർഡ് കാണുന്ന ആരാണെന്ന് അറിയില്ല. ചില കുട്ടികൾ ഉണ്ടാക്കുന്നത് വലിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര കൂതി പെരുപ്പിച്ച് വലുതാക്കാന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് എന്താണോ പഠിക്കുന്നത്, ഞങ്ങൾ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചു തന്നത് അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, യെസ്. നമ്മൾ ആദ്യം മെറ്റീരിയൽസ് പ്ലാൻ ചെയ്തു, പർച്ചേസ് ചെയ്തു,
Then receiving and inspection, stocking and distribution. നമ്മൾ receiving means എന്താണ്? നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എത്രത്തോളം ഉണ്ട് അല്ലെ, അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ നമ്പർ നോക്കണം അല്ലെ, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ വിതരണം ചെയ്യണം, എവിടെയൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ അതിനനുസരിച്ച് വിതരണം ചെയ്യണം എന്ന് നമ്മൾ അവിടെ ഇൻസ്പെക്ട് ചെയ്യണം. ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, ഏതൊക്കെയാണ് നമ്മൾ ആ വിതരണം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ വിതരണം ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് ആ ഒരു സമയത്ത് ഇൻസ്പെക്ട് ചെയ്ത്, അതാണ് നെക്സ്റ്റ് പർച്ചേസ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്തല്ലേ. അതായത് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊടുക്കേണ്ട വിഭവങ്ങൾ ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും കൊടുക്കേണ്ട മെറ്റീരിയൽസ് ഉണ്ടാവും. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യണം, എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് പിന്നീട് നമ്മൾ തീരുമാനിക്കുന്നത്. രണ്ടാമത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? തേർഡ് പോയിന്റ്. യെസ്. ഇനി അടുത്തത് ഇൻവെന്ററി കൺട്രോൾ. എന്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്താണ്? ഇൻവെന്ററി സ്റ്റോക്ക് ആണ് അല്ലെ, ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ആണത്. യെസ്. അപ്പൊ നമുക്കിത് അതായത് വില വിവര പട്ടിക എന്നൊക്കെ വേണ്ടി പറയും നമ്മൾ അല്ലെ. യെസ്. അതായത് ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രത്തോളം സ്റ്റോക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം, ഏതൊക്കെയാണ് മെറ്റീരിയൽസ് തീർന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഇൻവെന്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അറിയാൻ പറ്റും. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിൽ എന്തായിരിക്കും? ഇൻവെന്ററി ഉണ്ടായിരിക്കും. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, കൂടുതൽ ഏത് കുറവാണെന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് ഇൻവെന്ററി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനനുസരിച്ച് എന്താണ് അവർക്ക് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആവശ്യാനുസരണം അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതിനാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഇപ്പൊ മെഡിസിൻ വിഭാഗത്തിലാണെങ്കിൽ പോലും എന്താണ് ഇൻവെന്ററീസ് നോക്കിയിട്ടാണ് മെഡിസിൻസ് തന്നെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഇൻവെന്ററി ലിസ്റ്റിലുള്ള മെഡിസിൻസ് മാത്രമേ ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അതായത് സ്റ്റോക്കിൽ ഇല്ലാത്ത ഒരു മെഡിസിൻസും അവിടെ പ്രിസ്ക്രൈബ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങൾ മെഡിസിൻ സപ്ലൈസ് പോലും നമ്മൾ അത്തരം രീതിയിൽ കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, എങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്, റിഡക്ഷൻ എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതെ ചെലവ് ഓർക്കാൻ പറ്റില്ല അല്ലെ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരേ കമ്പനിയുടെ തന്നെ പല മെറ്റീരിയൽസ് ഉണ്ടാവും, അത് പലതും പല രീതിയിൽ വാങ്ങിക്കണം നല്ലത്, അത് കുറച്ച് വാങ്ങിക്കുന്നതായിരിക്കില്ല നല്ലത്. ചെലവ് കുറച്ചുള്ള സാധനങ്ങൾ പക്ഷെ യൂസ് കൂടുതലായിരിക്കും അതിന്റെ. ചെലവ് കുറച്ച് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെ. അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യാതെ നമുക്ക് റീയൂസ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതെ തന്നെ നമുക്ക് എന്താണ് ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞാല് ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ BP മെഷീൻ ഇല്ലേ, നമ്മൾ BP നോക്കുന്ന മെഷീൻ അറിയില്ലേ? BP മെഷീൻ തന്നെ പല കമ്പനിയുടെ ഉണ്ടാവില്ലേ? പല കമ്പനിയുടെ ഉണ്ടാവില്ലേ? യെസ്. അപ്പൊ ഒരേ മെഷീൻ തന്നെ പല കമ്പനിയുടെ പല വെറൈറ്റി പോലെ ഉണ്ടാവും, വെറൈറ്റി മോഡൽസ് ഉണ്ടാവും. നമ്മൾ വെറൈറ്റി മോഡൽസിന്റെ ഒരു 5-10 വാങ്ങിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടാവും. ഒരേ BP മെഷീൻ തന്നെ പല കമ്പനിയുടെ പല വെറൈറ്റി മോഡൽ വാങ്ങിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടാവും.
ഇല്ല. നമുക്ക് ഒന്നോ രണ്ടെണ്ണം മതിയായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു റിപ്പയറിംഗ് വന്നാൽ മാത്രം നെക്സ്റ്റ് ഒരു അല്ലെങ്കിൽ എന്താ പറയാ വേറൊരു മെഷീന്റെ ആവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്പെയർ എന്നൊക്കെ പറയൂലേ, അതേപോലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോസ്റ്റ് റിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരേ മെഷീൻ തന്നെ ഒരുപാട് വാങ്ങിച്ചു വെക്കാതെ എന്ത് ചെയ്യണം, യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെഷീൻ വാങ്ങിക്കാൻ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെ? മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്നതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ അടുത്ത ഫംഗ്ഷൻ എന്താണ്? വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് അഥവാ മൂല്യ വിശകലനം. എന്തിന്റെ മൂല്യമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്? എന്തിന്റെ മൂല്യമാണ്? മെറ്റീരിയൽസിന്റെ വാല്യൂസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്നത്. വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ യൂസിനാണ് വാല്യൂ, അല്ലെ? യെസ്. നമ്മളിപ്പോ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡിടി മെഷീൻസ് നമുക്ക് പല ടൈപ്സ് ഉണ്ടെങ്കിലും അതില് ചില വില കൂടിയതായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം വില കൂടിയത് വാങ്ങിച്ച് നമുക്കത് ഒരുപാട് നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വില കൂടുതലാണെങ്കിൽ പോലും എന്താണ്, അതിന്റെ യൂസ് നല്ല രീതിയിൽ നല്ല പ്രവർത്തനക്ഷമതയുള്ള ഒരു മെഷീൻ ആയിരിക്കും, അല്ലെ? അപ്പൊ അതിനെന്തുണ്ട്, ഒരു മൂല്യമുണ്ട്. ആ ഒരു വിഭവത്തിന് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. മാത്രമല്ല അത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പോലും എന്താണ്, പിന്നീടും അത് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ ചിലപ്പോ എന്താണ്, ഇത്ര വർഷം ഗ്യാരണ്ടി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അല്ലെ? ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവാറില്ലേ നമുക്ക്? അങ്ങനെ വീടുകളിൽ എത്രയോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. 5 വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 5, 7, 8 വർഷം വരെയൊക്കെ അത് ചിലപ്പോൾ ഓടും, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ്? അതിന് ക്വാളിറ്റി ഉണ്ട്, അല്ലെ? യെസ്, ദാറ്റ് ഈസ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് മെറ്റീരിയൽ ആയിരിക്കും എന്ത്, ആ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യമുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കുന്നുകൂട്ടിയിടേണ്ട ഒരു ആവശ്യകത ഇല്ല അവിടെ. ഓക്കെ, ഡിസ്പോസൽ. അടുത്ത ഫംഗ്ഷൻ എന്താണ് മെറ്റീരിയൽസ് മാനേജിന്റെ? ഡിസ്പോസൽ. എന്താണ് ഡിസ്പോസൽ എന്ന് പറയുന്നത്? ഡിസ്പോസൽ, നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസുകൾ എന്ത് ചെയ്യും? ഉപയോഗശേഷം മെറ്റീരിയൽസിൽ എന്താ ചെയ്യാറ്? ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മെഡിസിൻസ്, സിറിഞ്ച്, അത്തരം സാധനങ്ങളെല്ലാം വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും, അല്ലെ? അതിനെ ഡിസ്പോസ് ചെയ്ത് കളയും. അല്ലാതെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിലോ, റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, പുനരുപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ? ഉണ്ടാവൂലേ? യെസ്, റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും പുനരുപയോഗിക്കാവുന്നതാണ്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? റീസൈക്ലിംഗ് ചെയ്തില്ല, ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. ആർക്ക് കൊടുക്കും നമ്മളിത്? ഈ മെറ്റീരിയൽസ് സ്കാർപ്പിന് കൊടുക്കും, അല്ലെ? സ്കാർപ്പ് എന്താണെന്ന് അറിയാലോ? സ്കാർപ്പ് എന്താണ്? സ്കാർപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മളത് ആക്രിക്ക് കൊടുക്കും എന്നൊക്കെ പറയൂലേ? അതിങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കുന്ന ആൾക്കാരല്ലേ, അവരെയാണ് നമ്മൾ സ്കാർപ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? യെസ്, അവർക്ക് കൊടുക്കും ഇത്തരം മെറ്റീരിയൽസ്. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ്, ലാസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ സ്കാർപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ്, നമ്മൾ അത് പിന്നെയും റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏത് മെറ്റീരിയൽസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണം, അതുമായി ബന്ധപ്പെട്ട പ്ലാൻ ചെയ്യുന്നു, അതിന് വേണ്ട ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ഓക്കെ, ബഡ്ജറ്റ് തയ്യാറാക്കിയതിനു ശേഷം എന്താണ്, അത് നമ്മൾ പർച്ചേസ് ചെയ്ത്, അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്ത മെറ്റീരിയൽസിന് പർച്ചേസ് ചെയ്ത് റിസീവ് ചെയ്യുന്നു. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ചെയ്ത്, അല്ലെ? ഇങ്ങനെ എത്രത്തോളം സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എവിടേക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ അതും തീരുമാനിക്കുന്നു. ദെൻ
കൃത്യമായ രീതിയിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് കോസ്റ്റ് റിഡക്ഷൻ? നമ്മൾ ചെലവ് കുറച്ചിട്ടായിരിക്കണം സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്. അതായത് ഒരേ മെറ്റീരിയൽസ് തന്നെ പല കമ്പനീസിന്റെ വാങ്ങിക്കാതെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നം തന്നെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ്, അത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കോസ്റ്റ് റിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വാല്യൂ അനാലിസിസ്. ഓരോ മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ വാല്യൂ അനലൈസ് ചെയ്തിരിക്കണം. അതായത് നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആ മെറ്റീരിയലിന്റെ മൂല്യമാണ് അല്ലെ. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മൂല്യമാണ് അല്ലെ. അപ്പോ മൂല്യം മീൻസ് എന്താണ്, അതിന്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട്, എത്ര നാളത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഉത്പാദനക്ഷമ, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രവർത്തനം എത്രത്തോളം, എത്ര വർഷം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് എന്താ വാല്യൂ എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ അത് സ്കാർപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഓരോ ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ പിള്ളേരെ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും പല ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്, എക്യുപ്മെന്റ്സ് വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, മെഷീൻസ്, സർജിക്കൽ മെഷീൻസ് വരുന്നുണ്ട്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, ഇലക്ട്രിക്കൽ സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഡീസൽസ്. ഓക്കെ, എക്യുപ്മെന്റ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ അല്ലെ. സർജിക്കൽ ആയിട്ട് സർജറിസിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അതേപോലെ തന്നെ എന്താണ് സർജിക്കൽ പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെഷീൻസുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസുകൾ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, എന്ത് മെറ്റീരിയൽസ് ആണ് അതിൽ വരുന്നത്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന റെക്കോർഡ്സുകള്, ഫയല്, പെൻ, ബുക്സ്, ഫയൽസ്, റെക്കോർഡ്സ്, അത്തരം കാര്യങ്ങൾ കണ്ടിട്ടില്ലേ നമ്മള്? ഓക്കെ, അത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസിലാണ് ഉൾപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഫയലുകൾ, റെക്കോർഡ്സുകള്, ബുക്സ്, പെൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഓരോ കാർഡ്സുകളില്ലേ, നമ്മള് ഇപ്പൊ MRT കാർഡ്, നമ്മുടെ ഹോസ്പിറ്റൽ ID കാർഡ്സ് ഒക്കെ ഇല്ലേ, ID കാർഡ്സിൽ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ ID കാർഡിനെ ഉപയോഗിക്കുന്ന അതിന്റെ ആ ഒരു വള്ളി കഴിഞ്ഞിടുന്ന ബാഡ്ജസ്, അത്തരം ഐറ്റംസ് ഒക്കെ എല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? പിന്നെന്താണ്, ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസ്. ഹൗസ് കീപ്പിംഗിന് ഉപയോഗിക്കുന്ന ലിനൻസ്, അതേപോലെ തന്നെ എന്താണ് കെമിക്കൽസ്. കെമിക്കൽസ് എന്തൊക്കെയാണ് വരുന്നത്? കെമിക്കൽസ് വിവിധ തരത്തിലുള്ള ലോഷൻസ് അല്ലെ, സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നില്ല. ലോഷൻസ്, സൊല്യൂഷൻസ്, ഡിറ്റർജൻസുകള്, ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കെമിക്കൽസിൽ കേട്ടോ. പിന്നെ ഡയറ്ററിയിൽ ഉപയോഗിക്കുന്നത്
ഡയറ്ററിയിൽ എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില്? ഫുഡ്സുമായി അല്ലെ, ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ് അതിൽ ആവശ്യമാണ് അല്ലെ. അതായത് ഫുഡ് സെർവ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, മറ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ. അതായത് ഭക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണോ കണ്ടെയ്നേഴ്സ്, അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഈ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്. ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സ്വിച്ച്, ബൾബ്, അങ്ങനെയുള്ള മറ്റ് വയറിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സിൽ വരുന്ന മെറ്റീരിയൽസുകളാണ് കേട്ടോ. പിന്നെ ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസുകൾ അറിയാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് നമ്മൾ ലാബിന്റെ ടെസ്റ്റിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത്തരം മെറ്റീരിയൽസ് എല്ലാം അതിൽ വരുന്നു. ഫാർമസിയിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് വരുന്നത്? ഡ്രഗ്, മെഡിക്കേഷൻസ്, പിന്നെ ഇതൊക്കെയാണ് നീഡിൽസ്, സിറഞ്ച്, ഫാർമസി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും അതിൽ വരും. ഓക്കെ. യെസ്. പിന്നെ കെമിക്കൽസ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. എന്താണ് കെമിക്കൽസ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന, അതായത് റേഡിയോളജിയിലെ മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് എന്താണ് ചില കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്തിൽ ഉൾപ്പെടുന്നു? കെമിക്കൽസ് എന്ന ഈ ഒരു വിഭാഗത്തിൽ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ചില മെഷീൻസ് ഉപയോഗിക്കുന്നതിന് നമ്മൾ ചില കെമിക്കൽസ് ഉപയോഗിക്കുന്നു. അത്തരം മെറ്റീരിയൽസും എന്താണ് ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്. അതെന്തായിരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത്? പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. എന്താണ് ഹോസ്പിറ്റലിൽ പുതിയൊരു ബിൽഡിങ്സ് ഒക്കെ നിർമ്മിക്കുന്നു, പുതിയൊരു ബ്ലോക്ക് ഒക്കെ നിർമ്മിക്കണമെങ്കിൽ എന്താണ് നമുക്ക് അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് ആവശ്യമല്ലേ? പൈപ്സ് വേണം, അല്ലെങ്കിൽ അത് ആ ഒരു ബിൽഡിംഗ് മെയിൻ്റെനൻസിന് വേണ്ടി തയ്യാറാക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടും. ഓക്കെ. പിന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഇനി കൺസ്യൂമർ ഗുഡ്സ് ബാക്കി എന്തൊക്കെ വേണം? ഡീസല്, പെട്രോള്, അല്ലെങ്കിൽ എന്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ്സ് അല്ലെങ്കിൽ ബോയിലർ പോലത്തെ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്താണ് നമുക്ക് ഡീസലും പെട്രോളും ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസും ഹോസ്പിറ്റലിനകത്തുണ്ട്. ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എക്യുപ്മെന്റ്സ്, സർജിക്കൽ എക്യുപ്മെന്റ്സ്, സർജിക്കൽ മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സുകൾ, ലാബ് ആൻഡ് കെമിക്കൽസ്, ഫാർമസി മെറ്റീരിയൽസ്, പിന്നെന്താണ് ഡെവലപ്പർ ആൻഡ് ഫിക്സഡ് ഇൻ റേഡിയോളജി മെറ്റീരിയൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്, then consumer good diesel and petrol to start a boiler or autoclave. ഓട്ടോക്ലേവോ ബോയിലറോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീസലോ പെട്രോളോ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. എല്ലാം ക്ലിയർ ആണോ? ടൈപ്സുകള് ഓക്കെ. ഒരു മിനിറ്റ്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ് IMM എന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ IMM എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എക്സ്പാൻഷൻ പഠിച്ചു നോക്കണേ. ഓക്കെ. IMM is a close coordination of all departments which are related with the utilization of materials, everything merged under one head. Now, example, purchasing, storing, etc. under materials management. അവിടെ നിൽക്കട്ടെ. എന്താണ് IMM എന്ന് നമുക്ക് നോക്കാം. IMM is a close coordination of all departments which are related with the utilization of materials. Okay, എന്താണ് IMM എന്ന് പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു ഏകോപനമാണ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ആണ് എന്ത് IMM എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഓരോ മെറ്റീരിയൽസിന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഓരോ മാനേജ്മെന്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിനെ നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം ഏതൊക്കെ വേണമെന്ന് അതിന്റെ കീഴിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു കോർഡിനേഷൻ ആണ്, അതായത് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽസിന്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോർഡിനേഷൻ ആണ് ഇത് ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അഥവാ IMM എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. ഇനി ഇത് ആരുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുന്നത്? IMM പ്രവർത്തിക്കുന്നത് everything merged under one head. ഒരാളുടെ കീഴിലായിരിക്കും. ഒരാളെന്ന് പറയുന്നത് ആരെയാണ്? മെറ്റീരിയൽസ് മാനേജർ ആയിരിക്കും കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അതായത് മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലായിരിക്കും എല്ലാ കാര്യങ്ങളും ലയിപ്പിക്കുന്നതും. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സാധനങ്ങൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വാങ്ങാനായിട്ട്, അതായത് എല്ലാം ഒരുമിച്ച് വാങ്ങിക്കും. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടത് ഏതൊക്കെയാണെന്ന് ഒരുമിച്ച് വാങ്ങിച്ചത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും, അത് ആവശ്യത്തിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് IMM എന്ന് പറയുന്നത്. ഓക്കെ. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കൂടി മെറ്റീരിയൽസും നമ്മൾ ഒരുമിച്ച് എടുത്തതിന് ശേഷം ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് IMM കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ഇതൊരു ക്ലോസ് കോർഡിനേഷൻ ആണ്. എന്തൊക്കെ തമ്മിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള ഒരു ക്ലോസ് കോർഡിനേഷൻ ആണ് IMM എന്ന് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെ. മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഏകോപനത്തെ അല്ലെങ്കിൽ കോർഡിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IMM എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് everything merged under one head. Now example, purchasing, storing, etc. under materials manager. പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ആരുടെ നേതൃത്വത്തിലായിരിക്കും, ആരുടെ അണ്ടറിലായിരിക്കുള്ളൂ? മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലായിരിക്കും എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായോ IMM എന്താണെന്ന്? ഒന്ന് വായിച്ചു നോക്കട്ടെ. അത്
Okay, clear? Yes. Next നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് IMM ആണ് കേട്ടോ. ഇതൊക്കെ ഗുണങ്ങളാണ് IMM-നുള്ളതെന്ന് നോക്കാം. Better accountability, coordination of activities in the department, better performance, materials information system is easy, materials handling and transportation, scrap and surplus control and disposal. Okay. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്താണ്? നമ്മൾ ഇന്റർഗ്രേറ്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചെയ്യുന്നതിലൂടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? മികച്ച ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എല്ലാ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു റെസ്പോൺസിബിലിറ്റി ഓൾറെഡി നമുക്ക് ഫോം ചെയ്യും. ഓക്കെ, അതായത് അതിന്റെ കീഴിൽ IMM എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കോർഡിനേഷൻ ആണ് അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഏതൊക്കെ രീതിയിൽ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് അവർ രൂപപ്പെടുന്നു. ഓക്കെ, അതായത് തികച്ചും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ എന്താണ് ഓരോ മെറ്റീരിയൽസും ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്ത് ചെയ്യും? അവരെ കൃത്യാനുസരണം വിതരണം ചെയ്യുന്നു. ഓക്കെ, അതവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലെല്ലാം അക്കൗണ്ടബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് അവരവിടെ കൈകാര്യം ചെയ്യുന്നത്. ഒരു വീഴ്ചയും വരുത്താതെ തന്നെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ആവശ്യമായ അളവില് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിലെ ക്വാളിറ്റിയിലെ കൃത്യസമയത്ത് കൃത്യ ടൈമില് കൃത്യ പ്ലേസിൽ അത് അവർ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം നല്ല രീതിയിൽ അവർ നിർവഹിക്കുന്നു. ഓക്കെ, അതാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. യെസ്, മനസ്സിലായോ? Then coordination of activities in the department. Coordination of activities in the department. Coordination of activities in the department. എന്താണ് coordination? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ആക്ടിവിറ്റീസ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലെയും ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? IMM ഏകോപിപ്പിച്ചു കൊടുക്കുന്നു അല്ലെ. ഓരോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ കാര്യങ്ങളിലെ ഒരു കോർഡിനേഷൻ വ്യക്തമായ രീതിയിൽ നിർവഹിക്കുന്നു. ഓക്കെ, അതായത് ഏതോ ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെ രീതിയിലുള്ള ആവശ്യകതകളുടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻസും കൈകാര്യം ചെയ്യുന്നതും IMM ആണ് കേട്ടോ. യെസ്. ബെറ്റർ പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസ് എന്താണ് ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ആണോ? മികച്ച പ്രകടനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് വൈസിന് ഇങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മറ്റു തടസ്സങ്ങളോ ഇറേഴ്സ് ഒന്നും വരാതെ തന്നെ എന്താണ് ഒരു അവിടുത്തെ പ്രവർത്തനങ്ങൾ ഈസി ആയിട്ട് നടക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് വളരെ ഫുൾഫിൽ ആയിട്ട് നടക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത് ശരിക്കും IMM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് അതായത് ആവശ്യാനുസരണം എല്ലാ മെറ്റീരിയൽസും അവരുടെ കയ്യിൽ ലഭ്യമായിരിക്കും. ഓക്കെ, അങ്ങനെ അവർക്ക് ബെറ്റർ പെർഫോമൻസ് കൊടുക്കാനായിട്ട് ഇത് IMM സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രധാന അഡ്വാൻറ്റേജസിൽ നമുക്ക് പറയാവുന്നത്. യെസ്, മനസ്സിലായോ? ഇനി IMM ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഈസി ആക്കാനായിട്ട് സഹായിക്കും? മെറ്റീരിയൽസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് ഈസി അല്ലെ. IMM-ലെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ എന്താണ്? ഏതൊക്കെ മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് തീർന്നു പോയിരിക്കുന്നത് എന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ആക്സസ് ചെയ്യാനായിട്ടും IMM സഹായിക്കുന്നു. ഓക്കെ, അതായത് ഓരോ മെറ്റീരിയൽസിനെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഓരോ മെറ്റീരിയൽസും ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? നമ്മള് പർച്ചേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? അല്ല, ആവശ്യാനുസരണം അതെന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അത് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് ആവശ്യാനുസരണം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അല്ലെ. വേണ്ടേ?
മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും വേണം. അല്ലാതെ ഓരോന്ന് പർച്ചേസ് ചെയ്ത് വെക്കൽ മാത്രമല്ല, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം അത് കൃത്യമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അത് ആവശ്യാനുസരണം അതവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും IMMന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. യെസ്. Then scarp and surplus control and disposal. ഇനി സ്കാർപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കാർപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്കാർപ്പ് എന്താണ്? ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും അല്ലെ, ഏതെങ്കിലും മെറ്റീരിയൽസുകൾ ഉപയോഗിക്കാൻ കഴിയാത്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കാർപ്പിന് അവർക്ക് കൃത്യമായിട്ട്, അതായത് IMMന് അറിയാൻ പറ്റും എന്താ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മിച്ചം വരുന്നത്, അതായത് നമ്മൾ ബാലൻസ് ചെയ്ത് വരാതെ നിൽക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലെ. ഡിസ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താക്കുക ഏതൊക്കെയല്ലേ. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അറിയാനായിട്ട് IMMനോട് നമുക്ക് സഹായിക്കുന്നത്. സ്കാർപ്പിന് കൊടുക്കേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ എന്താണ് സർപ്ലസ് കൺട്രോൾ. സർപ്ലസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? സർപ്ലസ് കൺട്രോള് നമ്മള് ബാലൻസ് വരാതെ അല്ലെങ്കിൽ മിച്ചം വരാതെ നമുക്ക് ആ ഉപയോഗിക്കാൻ പറ്റണം അല്ലെ. യെസ്. അപ്പൊ ഏതൊക്കെയാണ് ബാലൻസ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് സ്കാർപ്പിന് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു IMMൽ ആ ഒരു സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. യെസ്. അപ്പൊ ആ ഒരു രീതിയിലാണ് അത് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളും അല്ലെങ്കിൽ മറ്റു മിച്ചം വന്ന വസ്തുക്കളും ഡിസ്പോസ് ചെയ്യേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണെന്നൊക്കെ തിരിച്ചറിയാനായിട്ടും IMM എന്ന ആ ഒരു സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. Okay, these are the advantages of integrated materials management. ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? Better accountability, coordination of activities in the department, better performance, material information system is easy, materials handling and transportation, scarp and surplus control and disposal. Okay, clear ആണോ? Yes. Next one, IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. Okay. IMMൽ നമ്മള് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. IMM അതായത് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് റിഡക്ട് ചെയ്യുന്ന ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ടെക്നിക്സുകൾ എന്ന് പറയുന്നത്? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? വാല്യൂ അനാലിസിസ്, പിന്നെ വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യ വിശകലനം അല്ലെ. ആ വിപണിയിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ മൂല്യം, ക്വാളിറ്റി ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ക്വാളിറ്റി നോക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ BP മെഷീൻ കുറെ വാങ്ങിക്കാതെ എന്താണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു മെഷീൻ മാത്രം നമ്മൾ വാങ്ങിക്കുമെന്ന്. യെസ്, അതാണ് എന്താ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റ് കുറയ്ക്കാനുള്ള ആദ്യത്തെ ടെക്നിക്കാണ് എന്ത്? അതിന്റെ മൂല്യ വിശകലനം ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വെറൈറ്റി റിഡക്ഷൻ. എന്താണ് വെറൈറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഷീൻ തന്നെ പല കമ്പനീസിന്റെ വെറൈറ്റി മോഡൽ വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽസ് മാത്രം വാങ്ങണം അല്ലെ. അപ്പൊ എന്താണ്? അതായത് വൈവിധ്യം കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? വെറൈറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതെ ഏറ്റവും ക്വാളിറ്റി ഉള്ള, അതായത് നമ്മള് ഓരോ പ്രൊഡക്റ്റിന് ചിലപ്പോ BP മെഷീനിൽ തന്നെ പല വെറൈറ്റീസ് കാണും അല്ലെ. കുറച്ചുകൂടി നമ്മൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, BP പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ അതിന്റെ പ്രവർത്തനം കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന മെഷീൻ ആയിരിക്കും എത്രയും നീണ്ട കാലം നിലനിൽക്കുന്നത് അല്ലെ. അതിന്റെ വെറൈറ്റീസ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാതെ എന്ത് ചെയ്യണം? ഉപയോഗമുള്ള ഒരു സാധനം മാത്രം വാങ്ങിക്കുക അല്ലെ. അപ്പൊ എന്താണ്? നമുക്ക് ഇവിടെ കോസ്റ്റ് റിഡക്ട് ചെയ്യാം. ഇപ്പൊ ഒരുപാട് BP മെഷീൻ ഒക്കെ കുറെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ വേണ്ടവരല്ലേ. പല കമ്പനിയുടെ വാങ്ങിക്കുകയാണെങ്കിൽ, വെറൈറ്റീസ് വാങ്ങിക്കുകയാണെങ്കിൽ പല പൈസ വേണ്ടി വരില്ലേ? ബഡ്ജറ്റ് അതിന് വേണ്ടി മാത്രം നീക്കി വെക്കേണ്ടി വരില്ലേ നമുക്ക്? യെസ്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് വെറൈറ്റി റിഡക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈവിധ്യം കുറയ്ക്കുന്നത്. എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്? കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മള്
പ്രൊഡക്റ്റിന്റെ വൈവിധ്യം കുറയ്ക്കുന്നത് അഥവാ വെറൈറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ നോക്കും. സ്റ്റാൻഡേർഡൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും നിലവാരമുള്ള ഒരു മെറ്റീരിയൽസ് മാത്രം നമ്മൾ വാങ്ങിക്കും അല്ലെ, ഒരു നിലവാരം നിശ്ചയിക്കും അല്ലെ. അതായത് ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഉപകരണം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രമല്ല ചൂസ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ സ്റ്റാൻഡേർഡൈസേഷൻ നോക്കി ആ ഒരു ഒറ്റ മെറ്റീരിയൽ വാങ്ങിക്കുന്നതോടെ കോസ്റ്റ് റിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. എന്ത് ടെക്നിക്സ് ആണ് അത്? ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുൻകൂട്ടി കാണും അല്ലെ. മുൻകൂട്ടി കാണുന്ന പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വർണം വാങ്ങിച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർണം നമ്മൾ വാങ്ങിച്ചു, ഒരു എക്സാമ്പിൾ പറയണേ കേട്ടോ. സ്വർണം നമ്മൾ വില കുറയുന്ന സമയത്ത് നമ്മൾ എന്താണ് അത് വാങ്ങിച്ചു വെക്കാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ അത് വാങ്ങി വെക്കുന്നത്? ഗോൾഡ് വില കുറയുന്ന സമയത്ത് നമ്മളത് വാങ്ങിച്ചു വെക്കാറില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ വാങ്ങിക്കുന്നത് പിള്ളേരെ? എന്തിനാ അങ്ങനെ വാങ്ങിക്കുന്നേ? നമ്മൾ അവിടെ മുൻകൂട്ടി ഒരു കാര്യം കാണും, പിന്നെ വില കൂടിയാലോ അല്ലെ. യെസ്, അതായത് ഇനി വരുന്ന ഇപ്പൊ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പൊ നല്ല വിലയല്ലേ, ഒരു പവന് നല്ല വിലയല്ലേ ഇപ്പൊ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ മുൻകൂട്ടി കാണും. ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവില്ലേ, നേരത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പൈസ പോയില്ലായിരുന്നു അല്ലെ. യെസ്, അപ്പൊ നമ്മൾ ഫോർകാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഒരു കോസ്റ്റ് റിഡക്ഷൻ ആണ്. നമ്മൾ വില കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ചു വെക്കും. പിന്നീട് എന്താണ്? അത് വില കൂടിയാൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. യെസ്, അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അഥവാ നമ്മൾ മുൻകൂട്ടി കാണുന്നത്. എക്സാമ്പിൾ ഗോൾഡ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഓരോ മെറ്റീരിയൽസ് അങ്ങനെ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. പിന്നെന്താണ്? മാർക്കറ്റ് അനാലിസിസ്. എന്താണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്? നമ്മള് വിപണി വിശകലനം എന്ന് മലയാളത്തിൽ പറയും അല്ലെ. എന്താണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് ചെയ്യാന്ന് പറയുന്നത്? ഇപ്പൊ വിപണിയിൽ ഈ ഒരു മെറ്റീരിയലിന് എന്തുണ്ട്, പ്രയോറിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലെ. അവൈലബിൾ ആണോ, അതിന് ക്വാളിറ്റി ഉണ്ടോ, അതായത് മാർക്കറ്റിൽ ഇത് ഇപ്പോഴും ലഭ്യമാണോ അല്ലെ, മാർക്കറ്റ് വാല്യൂ അതിനുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. ഒരു മാർക്കറ്റ് വിപണിയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന മെറ്റീരിയൽസ് മാത്രമല്ലേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ. അതാണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. വിപണിയിൽ ആ സാധനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ അത് വാങ്ങിക്കാനാണ് തയ്യാറാകുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്? ഇന്റർഗ്രേറ്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ്. ചിലവ് കുറയ്ക്കാനുള്ള കുറച്ച് ടെക്നിക്സുകളാണ്. ആദ്യം ചെയ്ത് എന്താണ്? വാല്യൂ അനാലിസിസ് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ മൂല്യം വിശകലനം ചെയ്യും. അതിന്റെ വെറൈറ്റി റിഡക്ഷൻ മീൻസ് എന്താണ്? പ്രൊഡക്റ്റിന്റെ വൈവിധ്യം കുറച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? അതിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെ. ഏറ്റവും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്താണ് നിലവാരം, ഏറ്റവും നിലവാരമുള്ള ഒരു മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ നമ്മളെ മുൻകൂട്ടി കാണും അല്ലെ. ഭാവിയിൽ ഇതിന് പൈസ കൂടിയാലോ അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഇനി കിട്ടണമെന്നില്ല അല്ലെ. അതുകൊണ്ട് ഈ ഒരു നല്ല പ്രൊഡക്റ്റിന് ചിലപ്പോ വരും വർഷങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ലഭ്യമാകണമെന്നില്ല അല്ലെ. ചിലപ്പോൾ ആ പ്രൊഡക്ഷൻ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു നല്ല മെറ്റീരിയൽ കിട്ടണമെന്നില്ല. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ അതിന് നല്ലൊരു വിലയ്ക്ക് അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പിന്നെന്താ ശ്രമിക്കുന്നത്? ഈ ഒരു സാധനത്തിന് മാർക്കറ്റിലെ വാല്യൂ എത്രത്തോളം ഉണ്ട്, വിപണിയിൽ അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സുകളാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ ചാപ്റ്റർ മുഴുവൻ എക്സാമ്പിളിലൂടെ തന്നെ പോകണോട്ടോ, അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല. അങ്ങനെയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, യെസ്. നമുക്കിനി വാല്യൂ അനാലിസിസ് എന്താന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ വളരെ സിമ്പിൾ ആക്കി മനസ്സിലാക്കുന്നില്ല, ടെൻഷൻ അടിച്ചൊന്നും പഠിക്കാനും വേണ്ട. Value analysis is an arranged approach to recognize unnecessary costs connected with any product, material, part, component, system or service. This process is necessary for cost reduction. Value relies on function as well as on the cost.
Value analysis of materials gives more importance to the utility of the materials than its cost. Okay, എന്താണ് വാല്യൂ അനാലിസിസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ നോക്കൂ, ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ പ്രൊഡക്റ്റ്, മെറ്റീരിയല്, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം അല്ലെങ്കിൽ സർവീസസ്, ഇവയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റോ മെറ്റീരിയലോ ഏതെങ്കിലും കമ്പോണൻസോ ഏതെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ സർവീസസ് ഇവയുമായി ബന്ധപ്പെട്ട് അനാവശ്യ ചെലവുകൾ വരുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം കൂടിയാണ് എന്താ വാല്യൂ അനാലിസിസ്. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടോ ഒരു മെറ്റീരിയലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കമ്പോണന്റുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും സിസ്റ്റമായി ബന്ധപ്പെട്ടോ സർവീസസുമായി ബന്ധപ്പെട്ടോ വരുന്ന അവിടെ അതുമൂലം വരുന്ന അനാവശ്യ ചിലവുകൾ, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്ത് വാല്യൂ അനാലിസിസ് അഥവാ മൂല്യ വിശകലനം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിനെ സഹായിക്കുന്നതിന് ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പൊ എന്താണ് വാല്യൂ അനാലിസിസ് എന്ന്? നമ്മൾ മുകളിൽ പറഞ്ഞ ഇത്തരം ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അനാവശ്യ ചിലവുകൾ വരുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള ഒരു സംവിധാനമാണ് എന്താ മൂല്യ വിശകലനം. അനാവശ്യമായിട്ട് ചിലവുകൾ കുറയ്ക്കാനുള്ള ടെക്നിക്കാണ് എന്ത് വാല്യൂ അനാലിസിസ്. അപ്പൊ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ ചിലവ് വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? പിടിയോ? അറേഞ്ച്ഡ് അപ്രോച്ച് ആണ് അല്ലെ. കോസ്റ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അപ്രോച്ചാണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം. ഇനി വാല്യൂ റിലേറ്റ്സ് ഓൺ ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. ഈ വാല്യൂ നിർണ്ണയിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിന്റെ വിലയാണോ നിർണ്ണയിക്കുന്നത്? പ്രൊഡക്റ്റിന്റെ വിലയിനെയാണോ പ്രവർത്തനത്തിനാണോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? Value relates on function as well as on the cost. വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്ന മൂല്യം എന്നാൽ എന്തിനാണ് കൊടുക്കുന്നത്? ആ ഒരു സാധനം അതിന്റെ ഉപയോഗത്തിനാണോ അതിന്റെ പൈസക്കാണോ നമ്മൾ അതിന്റെ മൂല്യം എന്ന് പറയുന്നത്? ഫങ്ഷൻസിനാണ് അല്ലെ. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അതിന്റെ കോസ്റ്റിനേക്കാൾ കൂടുതൽ അതിന്റെ പ്രവർത്തനത്തിനാണ് അല്ലെ. കോസ്റ്റിനേക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മുടെ ഐഫോൺ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഐഫോണിന് വില കൂടുതലാണ്, പക്ഷെ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഐഫോൺ എടുത്തത് നമ്മുടെ കയ്യില് ഐഫോൺ ഉണ്ടോ? എക്സാമ്പിൾ പറഞ്ഞ ടീച്ചർ ഐഫോൺ വാങ്ങിക്കാനല്ല പറഞ്ഞത്, ഇല്ല. ഓക്കെ, അപ്പൊ ഐഫോൺ അത്യാവശ്യം നല്ല പൈസ ഉള്ളതാണ് അല്ലെ, പക്ഷെ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? വെറൈറ്റി ഫങ്ഷൻസ് അതിനുണ്ട് അല്ലെ. അതായത് ഒരു ഫംഗ്ഷൻ മാത്രമല്ല അത് കൈകാര്യം ചെയ്യുന്നത്, ഗുഡ് ക്വാളിറ്റി ആണ്. വെറൈറ്റി ഫങ്ഷൻസ് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് അതിന്റെ എന്താ പറയാ ആ മെറ്റീരിയൽസിന്റെ ഫങ്ഷനാണ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിനാണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്? വാല്യൂ പറയുന്നത്. അല്ലെങ്കിൽ വാല്യൂ ഇസ് ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ്. അതായത് ആ പ്രവർത്തന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂല്യം എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽസിന്റെ വിലയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? അതിന്റെ പ്രവർത്തനത്തിനാണ്. ഏതൊക്കെ വർഷത്തോളം നാളുകൾ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്. വാല്യൂ ഇൻക്രീസ്ഡ് ബൈ increasing the function or decreasing the cost. ഇതെന്താ പറയുന്നത്? വാല്യൂ ഇൻക്രീസിങ്, അതായത് പ്രവർത്തനം വർദ്ധിപ്പിക്കുകയോ കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് പ്രവർത്തനം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വാല്യൂ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ കോസ്റ്റ്. അഥവാ നമ്മളിവിടെ വാല്യൂ എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്, വാല്യൂ അനാലിസിസ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന എന്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിന്റെ യൂട്ടിലിറ്റിക്കാണ്. അതിന്റെ കോസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അതിന്റെ യൂസിനാണ്. വിലയേക്കാൾ കൂടുതൽ അതിന്റെ യൂസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്?
യെസ്. ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിൽ വേറെ വലിയ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചോദിക്കാറില്ല. ഇക്വേഷൻ ഒന്നും പഠിക്കാനൊന്നും വേണ്ട. ഒരു ഇക്വേഷൻ പോലെ കൊടുത്തിരിക്കുന്നുണ്ടോ, അതൊന്നും പഠിക്കാനൊന്നും വേണ്ട കേട്ടോ. അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിപ്പിച്ചായിരുന്നാണ്. അപ്പൊ അടുത്ത ഭാഗം പഠിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വാല്യൂ എന്ന് പറയാൻ കാരണം. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, എസ്തോടെ വരെ എടുക്കുന്നുണ്ട് കേട്ടോ. Okay, thank you. Have a nice day. ഇത്ര എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, ശരി.